നമസ്കാരം. സിംഗേഴ്സ് ആൻഡ് മ്യൂസിഷ്യൻസ് ഹബിൻ്റെ സോളോ ഡ്യുവറ്റ് ഓർക്കസ്ട്ര ഫെസ്റ്റിൻ്റെ 4ാം ദിവസം ഇന്നത്തെ എൻ്റെ ഫ്ലോറിലെ അതിഥി ശ്രീമതി അനിത കുമാരി. സ്വാഗതം ശ്രീമതി അനിത കുമാരി. എനിക്ക് ശ്രീമതി അനിത കുമാരി ചോദിക്കാനുള്ളത്, ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ശിഷ്യരെ കൂടെ ഇരിക്കുന്നത്. കാരണം 56 വയസ്സുണ്ട്, KCBയിൽ വർക്ക് ചെയ്യുന്നു, സംഗീതം ജീവനാണ്. ആലപ്പുഴയിൽ നിന്നും കൊച്ചിയിൽ വന്നിരിക്കുന്നു ഈ മീഡിയ സ്റ്റുഡിയോ ഫ്ലോറിൽ പാടുന്നതിന്. അത് തന്നെ കാണിക്കുന്നു ശ്രീമതി അനിതകുമാരിയുടെ സംഗീതത്തോടുള്ള സ്നേഹം. എനിക്ക് ചോദിക്കാനുള്ള ആദ്യ ചോദ്യം, ഇതിനു മുമ്പ് സ്റ്റേജുകളിലെല്ലാം പാടിയിട്ടുണ്ടാവും, എന്നാൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇതുപോലുള്ളൊരു മീഡിയ സ്റ്റുഡിയോ ഫ്ലോറിൽ പാടുന്നത്. എന്ത് തോന്നുന്നു അത് തമ്മിലുള്ള വ്യത്യാസം? വളരെ സന്തോഷം തോന്നുന്നു. എന്നെപ്പോലെയുള്ളവർക്ക് ഇതുപോലൊരു അന്തരീക്ഷം സാഹചര്യം ഉണ്ടാക്കി തന്ന സാറിന് എന്താ പറയേണ്ടതെന്നറിയില്ല. വളരെ വളരെ ശരിക്കും ഈശ്വരതുല്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. കുറേ പേർക്ക് എല്ലാവർക്കും നമുക്ക് പാടണമെന്നുണ്ടെങ്കിലും ഈ മൂളിപ്പാട്ട് പാടുന്നവരെ വരെ ഇതുപോലെ ഒരു ഫ്ലോറിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. അത് വളരെ അപ്രീസിയേഷൻ അർഹിക്കുന്നതാണ്. സാറിന് ഈശ്വരൻ നന്നായി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ ഫ്ലോറിൽ വന്ന് പാടിയപ്പോഴും നമുക്ക് ആത്മവിശ്വാസം, ഞാൻ ഓഫീസിൽ പലരോടും പറഞ്ഞു, എല്ലാവരും എനിക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നും പറയും, ഞാനിങ്ങനെ ഒരു ക്ലാസ്സിന് ബൈ ചാൻസിനാണ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് വെറുതെ ഒന്ന് അനായാസം പാടാൻ കണ്ടപ്പോൾ വെറുതെ ഒന്ന് കയറിയതാണ്. കാരണം പലരും ഇങ്ങനെ പാടുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം, ഒന്ന് അവിടെ പോയി പാടിയാലോ എന്ന്. പിന്നെ ഓരോ വീഡിയോ ഇടുമ്പോഴും ഓരോ കാര്യങ്ങൾ ഇടുമ്പോഴും ഇങ്ങനെ അപ്പം ഇങ്ങനെ നോക്കും. വേറെ ഒന്നും ഞാൻ ഇതിൽ നോക്കാറില്ല. അങ്ങനെ ആ വാട്സപ്പിൻ്റെ കാര്യം കൊണ്ട് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത്. വളരെ വളരെ നന്ദി. ഇനിയും കുറേ പേർക്ക് ഇതുപോലെ ചാൻസ് കിട്ടട്ടെ. സംഗീതത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരും വരട്ടെ സാറിൻ്റെ ശിഷ്യന്മാരായിട്ട്. താങ്ക് യു. ഈശ്വരൻ സാറിനെ നല്ലവണ്ണം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന മാത്രമാണ് ഞങ്ങളുടെ ധൈര്യവും പ്രോത്സാഹനവും. മറ്റൊരു കാര്യം, സംഗീതം ദൈവികമാണ്, പാടാനുള്ള കഴിവും ദൈവികമാണ്. നിങ്ങളെ ഒരു ലെവലിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമായിട്ട് ഞാൻ കാണുന്നു. അതിൽ 100% ആത്മാർത്ഥത പുലർത്തുന്നു. ഏത് തരത്തിലുള്ള വിദ്യാർത്ഥിയാണെങ്കിലും പാടാനുള്ള കഴിവുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്, ഒരു സംശയമില്ല അതിനകത്ത്. അത് കഴിഞ്ഞ ദിവസം പാടാൻ വന്ന ഒരു വ്യക്തിയോട് കൂടെ ഏകദേശം ഒരു 40-50 തവണ ഞാൻ കൂടെ താളമിട്ട് പാടിയിരുന്നു. അപ്പോൾ പലരും അതിശയിച്ചു പോയി, ഇത്ര ക്ഷമ എവിടെ നിന്നാന്നുള്ളത്. അതത് ജഗദീശ്വരൻ തരുന്ന ക്ഷമയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഇത്രയും നേരം ശ്രീമതി അനിതകുമാരിക്ക് വേണ്ടി എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും തന്ന മനോജിനും ഷെബിക്കും ഷിബുവിനും കണ്ണനും നന്ദി അറിയിക്കുന്നു. ഒരു ചോദ്യം കൂടി, സിംഗേഴ്സ് ആൻഡ് മ്യൂസിഷ്യൻസ് ഹബിൽ വരുന്നതിന് മുമ്പും വന്നതിന് ശേഷവും ശ്രീമതി അനിതകുമാരിയുടെ വ്യത്യാസം ഒന്ന് പറയാമോ? മറ്റംഗങ്ങൾക്കും കേൾക്കാനുള്ളൊരു ആഗ്രഹമുണ്ടാവും. കുറേ സംഗീതത്തിൽ കൂടുതൽ ഇപ്പം ഈ പാട്ട് തന്നെ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് നോക്കിയത്. അപ്പം നമ്മളൊരു പാട്ട് നോക്കുമ്പോൾ അതിൻ്റെ ചെറിയ കാര്യങ്ങൾ വരെ നോക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഗുണം ചെയ്യും. പിന്നെ ആത്മവിശ്വാസം കൂട്ടും. ഇവിടെ വന്നപ്പോഴും ഭയങ്കര നമുക്ക് സാറിൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് ഭയങ്കരമാണ്, നല്ല എനർജിയാണ്. അപ്പോൾ അതൊക്കെ തന്നെ. താങ്ക് യു വെരി മച്ച്. ഒരുപാട് നന്ദി ഈ നല്ല വാക്കുകൾക്ക്. ഇനിയും നിരവധി വേദികൾ അനിതകുമാരിയെ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാറേ.